ഞാൻ ഈശോയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഈശോ എനിക്ക് തോന്നുന്നത് ഇത് എൻ്റെ ചുമ്മാ തോന്നലാണ്, പക്ഷേ എന്ന് ഇത് നിൻ്റെ ഇഷ്ടമാണ് നീ എനിക്ക് മനസ്സിലാക്കി തരുന്നോ അന്ന് ഞാൻ എസ് പറയാം. ഒത്തിരി ആൾക്കാർ അച്ഛനോട് ചോദിച്ചിരുന്നു, നീ എന്ത് പൊട്ടത്തരാ ചെയ്യുന്നത്, കാരണം അടിപൊളി ശമ്പളം, അവിടെ ജർമ്മനിയിലെ ഒരു ജർമ്മൻ മിലിറ്ററിക്ക് വേണ്ടി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പം നല്ല അടിപൊളി ശമ്പളം, റൂമിൽ കയറി കുറ്റിയിട്ടു, ഞാൻ കരഞ്ഞു. ഈശോ എന്തുകൊണ്ടാണ് ഈശോ എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ? 12 വർഷങ്ങൾക്ക് ശേഷം അതേ ദിവസം 2022 ജനുവരി 1-ാം തീയതി ഈശോ ഏശയ 61:6 പ്രാവർത്തികമാക്കി. കർത്താവിൻ്റെ പുരോഹിതനായി ഈശോ അഭിഷേകം ചെയ്തു. നമ്മൾ ഇത്തിരി ആഗ്രഹിക്കും, അവൻ ഒത്തിരി നമുക്ക് തരും. അച്ഛൻ്റെ പേര് ഫാദർ ജോൺസ് ജോർജ് മഞ്ചപ്പള്ളിയിൽ. അച്ഛൻ സലേഷ്യൻസ് ഓഫ് ഡോൺ ബോസ്കോ സഭാംഗമാണ്. അച്ഛനിപ്പോൾ നോർത്ത് ഈസ്റ്റിൽ സേവനം ചെയ്യുന്നു, ദിമാപൂർ പ്രൊവിൻസിൽ. ദിമാപൂർ എന്ന് പറയുന്ന അതിൽ നാഗാലാൻഡ്, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, ആസാമിൻ്റെ പകുതി ഈ മിഷൻ ഈ ഒരു പ്രൊവിൻസിന് വേണ്ടിയാണ് അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നത്. അച്ഛൻ ജനിച്ചു വളർന്നത് എറണാകുളം ജില്ലയിലെ മടക്കത്താനം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അച്ഛൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, എനിക്ക് മൂത്തൊരു ചേച്ചി, മൂത്തൊരു ചേട്ടനുണ്ട്. എൻ്റെ ചേച്ചി ഒരു സിസ്റ്ററാണ്, സിസ്റ്റർ ജിൻസി മരിയ, ST സഭാംഗമാണ് ചേച്ചി. കോതമംഗലം പ്രൊവിൻസിൽ ഇപ്പോൾ കട്ടപ്പനയിൽ ജോലി ചെയ്യുന്നു. ചേട്ടൻ്റെ പേര് മെജോ. ചേട്ടൻ്റെ വൈഫ് ഷിനി. ദൈവാനുഗ്രഹിച്ച് 2 മക്കളുണ്ട്. അവർ രണ്ടുപേരും ബാംഗ്ലൂർ സെറ്റിൽഡ് അവിടെ ജോലി ചെയ്യുന്നു. ഇതാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം. എൻ്റെ വല്യമ്മച്ചിയൊക്കെ എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകുമായിരുന്നു. അപ്പം ഞങ്ങളെയും പള്ളിയിലൊക്കെ കൊണ്ടുപോയിരുന്നു. ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട്, രാവിലെ എണീക്കുമ്പോൾ പപ്പയും മമ്മിയും കൊന്തയില്ലെന്നാണ് പലപ്പോഴും കേൾക്കുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ കുഞ്ഞിതായിരിക്കുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛനാവാനൊക്കെ. അപ്പോൾ പലരും ചോദിക്കുമ്പോൾ പറയുമായിരുന്നു അച്ഛനാവാൻ ആഗ്രഹം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു, എന്തോ ഒരു ട്രോഫി എനിക്ക് കിട്ടി. അപ്പോൾ ആ ട്രോഫി ഒരു കാസ പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ റൂമിൽ പോയിട്ട് വാതിലൊക്കെ അടച്ചിട്ട് കാസ എടുത്തു. അത് കഴിഞ്ഞിട്ട് പേപ്പർ ഒരു ഓസ്തീനെ പോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തിട്ടു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുക്കുന്നതായിട്ടൊക്കെ ഇങ്ങനെ ചെറുപ്രായത്തിലൊക്കെ കുഞ്ഞു പിള്ളേരുടെ ആ കളീനോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് പോയി. കാരണം കൂട്ട്, കളി, അപ്പോൾ ഫുൾ ടൈം കളിയായിരുന്നു. അപ്പോൾ പേരൻസിനൊക്കെ എപ്പോഴും എന്താ പരാതിയായിരുന്നു, പഠിക്കുന്നില്ല, വന്നു കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം കളിയാണ്, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായി. അത് ഞങ്ങളെല്ലാവരും ഫാമിലി എല്ലാവരും കൂടെയും പോയി ഒരു കൗൺസിലിങ്ങിന് പോയി. അപ്പോൾ കൗൺസിലർ ഇങ്ങനെ ചോദിച്ചു, മോനെ ഇതൊക്കെ ദിവസമാണ് പള്ളിയിൽ പോകുന്നത്. ഞാനിങ്ങനെ പറഞ്ഞു 3 ദിവസമാണ്. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്. കൗൺസിലർ പറഞ്ഞു, മോനെ അത് പറ്റില്ല, എല്ലാ ദിവസവും പള്ളിയിൽ പോകണം. ഇങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങിയപ്പോൾ എല്ലാ ദിവസവും പോകുന്നു. എക്സാമിൻ്റെ സമയമായപ്പോഴത്തേക്കും പലരും പറഞ്ഞിരുന്നു, പബ്ലിക് എക്സാമിൻ്റെ സമയത്ത് പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല, പഠിച്ചാൽ മതി, കാരണം നമ്മുടെ ഡ്യൂട്ടി പഠനമാണല്ലോ. പക്ഷെ അപ്പോഴും എനിക്ക് ആഗ്രഹമായിരുന്നു ഈശോനെ സ്വീകരിക്കണം, മുടങ്ങാൻ പാടില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ രാവിലെ 2 മണിക്ക് എണീക്കും, പഠിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം റിവിഷനൊക്കെ കഴിഞ്ഞ് ഒരു 6 മണിയാകുമ്പോഴത്തേക്കും പിന്നെ പള്ളിയിൽ പോകുമായിരുന്നു. ഞാൻ അറിയാണ്ട് തന്നെ ഈശോയോട് ഒത്തിരി സ്നേഹം തോന്നിക്കുന്നു, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് അങ്ങനെ 10ാം ക്ലാസ് തൊട്ട് വരാൻ തുടങ്ങി. അപ്പോൾ തൊട്ടിങ്ങനെ പതുക്കെ ഈശോയോട് സംസാരിക്കാനും ഒരു കൂട്ടുകാരനെ പോലെ കൺസിഡർ ചെയ്യാനും അങ്ങനെയൊക്കെ 10ാം ക്ലാസ് തൊട്ട് തുടങ്ങി. പിന്നെ ദൈവം അനുഗ്രഹിച്ച് ഈശോ നല്ലൊരു മാർക്ക് തന്നു. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അത്രയും നല്ല മാർക്ക് കിട്ടുന്നത്. അപ്പോൾ സാധാ ഒരു ഡിഗ്രി സയൻസ് ഗ്രൂപ്പ് എടുക്കാമെന്നൊക്കെയാണ് അച്ഛൻ ഓർത്തിരുന്നത്. പക്ഷേ ഈശോ അടിപൊളി മാർക്കൊക്കെ തന്നുകൊണ്ട് പിന്നെ എഞ്ചിനീയറിങ്ങിന് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. +2 എൻട്രൻസ് കോച്ചിങ് ഈ പ്രൊഫസർ PC തോമസ് സാറിൻ്റെ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് സൈമിൾട്ടേനിയസ് ആയിട്ട് അങ്ങനെ പഠിച്ചു. ദൈവം അനുഗ്രഹിച്ചു. അപ്പോഴും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമായിരുന്നു, അത് മുടങ്ങില്ലായിരുന്നു. പക്ഷെ അങ്ങനെ കുർബാനയ്ക്ക് പോകുമ്പം ഈശോയുടെ കൂടെ ആയിരിക്കും. കുർബാനയൊക്കെ സ്വീകരിച്ചിട്ട് ഈശോയോട് പതുക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പം ഈശോ ഇങ്ങനെ നമുക്ക് ഇൻസ്പിറേഷൻ തരുന്നത് പോലെയൊക്കെ മനസ്സിലായി തുടങ്ങി. അപ്പോൾ ആ ഇൻസ്പിറേഷൻ അനുസരിക്കുമ്പോൾ അച്ഛൻ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ, അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുന്നു. അപ്പം ഇത് പറയുന്നത് ആരോ ജീവിക്കുന്ന ഒരാളാണ്, അത് സത്യമാണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഈശോനെ വേദനിപ്പിക്കുന്നതിന് വിഷമമൊക്കെ ആയി തുടങ്ങി.
കേരളത്തിൽ തന്നെ വളരെ നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിലൊന്നായ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിലാണ് അച്ഛൻ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിന് വേണ്ടി ജോയിൻ ചെയ്തത്. ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ജീസസ് യൂത്തിലേക്ക് അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ജീസസ് യൂത്ത് ജസ്റ്റ് തുടങ്ങുന്നുണ്ടായുള്ളൂ. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ജീസസ് യൂത്ത് തുടങ്ങുന്നുണ്ട്, വരുന്നുണ്ടോ? എനിക്കറിയില്ലായിരുന്നു എന്താണെന്ന് ജീസസ് യൂത്ത്. അപ്പോൾ ചുമ്മാ ഒന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ പോയി നോക്കിയപ്പോൾ എന്താ, നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള കുറേ പിള്ളേർ, അവർ തെറ്റ് ചെയ്യുന്നല്ല, പക്ഷേ ഒരു ആഗ്രഹമുണ്ട്, പരിശ്രമിക്കുന്ന പിള്ളേർ, അത് നല്ലൊരു ഗ്രൂപ്പ്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി അവരുടെ ഒരു ഫെലോഷിപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒത്തിരി സ്നേഹമുള്ള, എന്താ പറയുക, ഒരു സെൽഫ്ലെസ് ആയിട്ട് സ്നേഹിക്കുന്ന ഒത്തിരി മക്കൾ. പിന്നെ അച്ഛൻ്റെ ചിന്താഗതികളൊക്കെ മാറ്റിമറിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുവരെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത് ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, ഈശോയെ ഇതൊക്കെ ചെയ്യാനുണ്ട്, ഇന്നത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, നീ എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത്, എന്നിട്ട് ഈശോയോട് അതെല്ലാം ഹെൽപ്പ് ചെയ്യാൻ പറയും. പക്ഷേ ജീസസ് യൂത്തിൽ പോകുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് വെച്ചാൽ, അവരെല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കും, എന്നിട്ട് പ്രാർത്ഥിക്കും, എന്നിട്ട് ചോദിക്കും, ഈശോ നീ എന്താ ആഗ്രഹിക്കുന്നത്, ഈശോ നീ എന്താ ആഗ്രഹിക്കുന്നത്. അതെന്നെ അച്ഛനെ ഒത്തിരി സ്പർശിച്ചിരുന്നു. അതുവരെ എന്താ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഡിസൈഡ് ചെയ്യും, ഈശോയോട് അത് ഫോളോ ചെയ്യാൻ പറയും. പക്ഷേ ജീസസ് യൂത്തിൽ എങ്ങനെയാണ്, ഈശോയോട് ഡിസൈഡ് ചെയ്യാൻ പറയും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോളോ ചെയ്യും. അതൊത്തിരി നല്ലതായിട്ട് തോന്നി. അപ്പം ഈ ജീസസ് യൂത്തിലേക്ക് വന്ന ഒരു 1-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനെ അവർ ജീസസ് യൂത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ കോർഡിനേറ്ററാക്കി. അപ്പോൾ അതൊരു അനുഗ്രഹത്തിൻ്റെ കാലഘട്ടമായിരുന്നു അച്ഛന് ശരിക്കും. അത് ഒരു സ്വർഗത്തിലായിരിക്കുന്ന അവസ്ഥ. ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഓർഫനേജിൽ പോവും, അങ്ങനെ ഒത്തിരി ആൾക്കാരെ സഹായിക്കും, നമ്മൾ ട്യൂഷൻ കൊടുക്കും. അപ്പോൾ അതൊക്കെ ഒത്തിരി മനസ്സിന് ഒത്തിരി സന്തോഷം നൽകിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോ കമ്പനീസൊക്കെ വരാൻ തുടങ്ങി. അപ്പം അച്ഛൻ ഓർത്തിരുന്നു ആദ്യത്തെ കമ്പനി തന്നെ കിട്ടും. കാരണം അത്യാവശ്യം ഏറ്റവും നല്ല ബ്രാഞ്ചായിരുന്നു ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതിൽ നല്ല റാങ്ക്, ഞങ്ങളൊരു 66 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ 66 പേര്. അപ്പം പക്ഷേ അച്ഛൻ്റെ റാങ്ക് ഒരു 10-നുള്ളിലൊക്കെ വരും. അപ്പോൾ ഓർത്തിരുന്നു ആദ്യത്തെ കമ്പനി തന്നെ കിട്ടും. ഇങ്ങനെ അപ്പോൾ ഓരോ കമ്പനികൾ ഓരോ ദിവസം വരാൻ, കാരണം രാജഗിരി അടിപൊളി കോളേജ് ആയതുകൊണ്ട് പല കമ്പനികളും അവിടെയാണ് വരുന്നത്. പല കോളേജിൽ നിന്നും സ്റ്റുഡൻസിൽ അവിടെ വന്നാൽ എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് കമ്പനി ഇൻഫോസിസ് വന്നു. അച്ഛനോർത്ത് അതിൽ കിട്ടും. പക്ഷേ ആദ്യത്തെ റൗണ്ടിൽ തന്നെ പുറത്തായി. ഒരു 5-6-7 കമ്പനികളിൽ ഔട്ടായിരിക്കുക. അപ്പം ജീസസ് യൂത്ത് മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ജോൺസ് എല്ലാ ദിവസവും പള്ളി പോകുന്നതല്ലേ, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതല്ലേ, എന്തുകൊണ്ടാണ് ജോൺസിൻ്റെ പ്രാർത്ഥന ഈശോ ഏക്കാത്തെ? അവനോട് പറഞ്ഞു, അത് ഏറ്റവും ബെസ്റ്റ് കമ്പനി വന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഏറ്റവും ബെസ്റ്റ് കമ്പനി വരും എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ പോയി റൂമിൽ കയറി കുറ്റിയിട്ടു. ഞാൻ കരഞ്ഞു, ഈശോ എന്തുകൊണ്ടാണ് ഈശോ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തെ? അപ്പോൾ നന്നായിട്ട് കുമ്പസരിച്ചിരുന്നു, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു. പക്ഷേ ഈശോ ഭയങ്കര സൈലൻ്റാണ്. ഈ ബെനഡിക്ട് പാപ്പ പറയില്ല ഈശോ ബോട്ടിൽ കിടന്ന് ഉറങ്ങുവാന്ന്, അതുപോലെയാണ്. ഈശോ ഒന്നും സംസാരിക്കുന്നില്ല, ഒരു ഉത്തരവും ഇല്ല, ഫുൾ എന്താ പറയുക, ഭയങ്കര സൈലൻറ്റിനോ. അപ്പോൾ എല്ലാ ദിവസത്തെ അച്ഛൻ്റെ ഹോബി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയണ നനയ്ക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോഴത്തേക്ക് തലയണ മൊത്തം നനഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ ചില ഒരു കമ്പനിയിൽ ഫസ്റ്റ് റൗണ്ട് പാസ്സായി, സെക്കൻഡ് റൗണ്ട് പാസ്സായി, തേർഡ് റൗണ്ട് പാസ്സായി. തേർഡ് റൗണ്ടിൽ ആൾ പറഞ്ഞു അടിപൊളിയായിട്ട് പെർഫോം ചെയ്തെന്ന് പറഞ്ഞു. എന്നിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് HR പറഞ്ഞു വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അച്ഛൻ അങ്ങനെ തൊട്ട് മുമ്പ് ഈ ഏജൻസിയും ഈ കമ്പനിയും തമ്മിൽ എന്തോ ഒരു വഴക്കുണ്ടായി. അപ്പം തൊട്ടുള്ള എല്ലാവരും പുറത്തു വിട്ടു. അപ്പോൾ അച്ഛൻ പുറത്ത് വന്നപ്പോൾ ഞാനായിരുന്നു ഫസ്റ്റ് ബാറ്റ്സ്മാൻ, ക്ലീൻ ബൗൾഡ്. അപ്പോൾ അച്ഛന് അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായിരുന്നു. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്നു, തിരിച്ച് രാജഗിരിയിലേക്ക് ബസ്സിനാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ കമ്പിയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കണ്ണിക്കോട് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ നീ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാമായിരുന്നു, ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഔട്ടാക്കായിരുന്നു, എന്തിനാ ഈ 3ാമത്തെ റൗണ്ട് വരെ ആക്കി? അതും ഇൻ്റർവ്യൂവർ പറഞ്ഞു നന്നായിട്ട് പെർഫോം ചെയ്തെന്ന് പറഞ്ഞു. എന്നിട്ട് HR പറഞ്ഞു വീട്ടിൽ പോക്കാണ്. പക്ഷെ അപ്പോഴും അവൻ സൈലൻ്റാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് 10ാമത്തെ കമ്പനി വന്നു. അപ്പോൾ പള്ളിയിൽ പോകാൻ ഞാൻ ഓർക്കുന്നു, സാക്രിസ്റ്റി. അപ്പം ഇറങ്ങി വന്നപ്പം ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഏറ്റവും താഴെയാണ് ഞങ്ങളുടെ ചാപ്പൽ. അപ്പോൾ ചാപ്പലിലെ സക്രാരിയെ നോക്കി ഈശോയോട് ഒരു കാര്യം അച്ഛൻ പറഞ്ഞോളൂ. ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, ഈശോയെ ഇതെൻ്റെ 10ാമത്തെ കമ്പനിയാട്ടോ, അത്രയും മാത്രമേ പറഞ്ഞു, വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ല. അത് കഴിഞ്ഞ് പരീക്ഷയ്ക്ക് പോയി ആദ്യത്തെ റൗണ്ട് പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ട്സൊക്കെ. അപ്പോൾ നെക്സ്റ്റ് 3 റൗണ്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ റൗണ്ട് ഒരു 45 മിനിറ്റ്സ്, 30 മിനിറ്റ്സ്, 15 മിനിറ്റ്സ്. അത് കഴിഞ്ഞ് അവസാനം ആ ജോലി കിട്ടി. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കിട്ടിയത് ആദ്യത്തെ 9 കമ്പനികൾ ഇന്ത്യൻ കമ്പനീസായിരുന്നു. 10ാമത്തെ കമ്പനി ഇൻ്റർനാഷണൽ കമ്പനിയായിരുന്നു. ആദ്യത്തെ കമ്പനികളേക്കാൾ ഏറ്റവും കൂടുതൽ സാലറി. ഇത് ഹുവായി അല്ലെങ്കിൽ ഹുവാവേ എന്ന് പറഞ്ഞ ചൈനീസ് കമ്പനിയായിരുന്നു. അവർക്കാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ആകെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററേ ഉള്ളൂ ഇന്ത്യ മൊത്തം. ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിക്കുക ചെയ്തത്, ആ സമയത്തൊക്കെ ഞാൻ ഈശോയോട് ചോദിക്കുമായിരുന്നു, ഈശോ എന്തുകൊണ്ടാണ് ഈശോ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്ത? പക്ഷേ ശരിക്കും അവൻ പ്രാർത്ഥന കേൾക്കുമായിരുന്നു. കാരണം അവനറിയാം 10ാമത്താണ് ഏറ്റവും ബെസ്റ്റ്.
അപ്പം ഇത് തുടക്കം മാത്രമാണ്. അപ്പം അങ്ങനെയൊക്കെ ഈശോ ഒത്തിരി സ്നേഹിച്ചു. ഏറ്റവും കൂടുതൽ സാലറി അങ്ങനെ എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഇത് 3ാമത്തെ വർഷം തന്നെ ജോലിയായി. 4ാമത്തെ വർഷം പഠനം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ബാംഗ്ലൂർ ജോലിക്കായിട്ട് കയറി. അപ്പം അത് നല്ലതായിരുന്നു. അതിൻ്റെ 1 വർഷം കഴിയണേനിപ്പുറം തന്നെ അവരെന്നെ ചൈനയ്ക്ക് വിട്ടു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അത് അടുത്ത ദൈവാനുഗ്രഹം. കാരണം ചൈനയ്ക്ക് പോകുമ്പോൾ ഇവിടെ തന്നെ നല്ല സാലറിയാണ്, ചൈനയിൽ പോകുമ്പം അവിടെ നിന്ന് വേറെ സാലറി കിട്ടും. കാരണം നമ്മളിവിടെ ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയത്. അപ്പം ഇവിടുത്തെ സാലറി നല്ല അടിപൊളി സാലറി, അതിൻ്റെ കൂടെ അവിടെ വേറെ സാലറി കിട്ടും. പക്ഷേ അപ്പോൾ ഒത്തിരി പൈസ ഒത്തിരി കിട്ടും. അപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം നമ്മൾ സാറ്റർഡേ സൺഡേസിൽ ഒരു ചൈനീസ് ഗൈഡിനെ നമ്മൾ ഹയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറേ സ്ഥലങ്ങൾ കാണാൻ പോകും. പക്ഷേ ശരി നമ്മൾ ഒത്തിരി പൈസയൊക്കെ ആയപ്പോഴത്തേക്കും എന്ത് പറ്റി, ഈശോനെ വേദനിപ്പിക്കാൻ തുടങ്ങി. അപ്പം ഈശോയിൽ നിന്ന് അകലാൻ തുടങ്ങി. നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഒരു ജോയ്, ഒരു ആനന്ദം, അതുണ്ടായിരുന്നില്ല. പക്ഷേ രാജഗിരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ അതും ഉണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ആ സമയങ്ങളിൽ ഇങ്ങനെ അടിച്ചു പൊളിക്കുന്ന സമയത്ത് ഇടയ്ക്ക് തന്നെയൊക്കെ ഇരിക്കുമ്പോൾ ഓർക്കും, എന്തൊരു ജീവിതമാണിത്. പക്ഷേ രാജഗിരിയിലെ ജീവിതം എന്ത് അടിപൊളിയായിരുന്നു, എന്ത് സന്തോഷം, എന്തൊരു ആനന്ദം, ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ആയിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനെ ജീവിച്ചാൽ പോരാ. അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു രാജഗിരിയിലേക്ക് തിരിച്ചു വരണം. എന്തിനാ ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ യൂത്തിൻ്റെ കൂടെയുള്ള ലൈഫ് ഇനിയും വേണം, ആ ജീസ് യൂത്ത് ലൈഫ് സ്റ്റൈല് ഇനിയും വേണം. അപ്പം രാജഗിരിയിലേക്ക് തിരിച്ചു വരണം. അപ്പം ഇനി തിരിച്ചു വരണമെങ്കിൽ സ്റ്റുഡൻ്റായിട്ട് വരാൻ പറ്റില്ല, ഒരു പ്രൊഫസറായിട്ട് വരാം. അപ്പം ഞാൻ ഓർത്തു അങ്ങനെയെങ്കിൽ വേറെ ഫോറിൻ യൂണിവേഴ്സിറ്റി പോയി പഠിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് രാജഗിരിയിൽ പ്രൊഫസറായിട്ട് വരാം. അപ്പോൾ ജീസ് യൂത്തിൽ ഒരു ഫ്രണ്ട് ചേട്ടൻ പറഞ്ഞു, ജർമ്മനിക്ക് വാ, അവിടെയും നല്ല ഓപ്ഷനാണ്. അപ്പം അങ്ങനെ അപ്ലൈ ചെയ്ത് ദൈവം അനുഗ്രഹിച്ച് ആ സമയത്ത് ജർമ്മനിയിലെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ അച്ഛൻ അവിടെ നിന്ന് നാട്ടിൽ വന്ന് ജോലി റിസൈൻ ചെയ്തിട്ട് ജർമ്മനിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന സമയം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈശോ ആദ്യമായിട്ട് അച്ഛനാവാൻ വിളിക്കുന്നത്. അതുവരെ യാതൊരു ചിന്തയും ഉണ്ടായില്ല. അങ്ങനെ ഇത് 2009 ആണ് ഇത് സംഭവിക്കുന്നത്. ജൂണിൽ അച്ഛന് ജർമ്മനി പോകാൻ വേണ്ടി നോട്ടീസ് പീരീഡ് ടൈമിൽ ഇരിക്കുവാണ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ ചേട്ടൻ്റെ കൂടെ ബാംഗ്ലൂർ സെൻറ്റ് തോമസ് പള്ളിയിൽ, ക്രൈസ്റ്റിനടുത്തുള്ള പള്ളിയിൽ കുർബാനയ്ക്ക് പോയി. കുർബാനയുടെ സമയത്ത് ഈശോ ഒരു അനുഭവം തന്നു. ആ കുർബാന ഫുൾ ടൈം അറിയില്ല, അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അച്ഛന് അറിയില്ല. ഈശോ അച്ഛനെ വൈദികനാ വിളിക്കുന്നു എന്നുള്ള ശക്തമായ ഒരു അനുഭവം ഈശോ തരുമായിരുന്നു. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഈശോ എനിക്ക് തോന്നുന്നത് ഇത് എൻ്റെ ചുമ്മാ തോന്നലാണ്, പക്ഷേ എന്ന് ഇത് നിൻ്റെ ഇഷ്ടമാണ്, നീ എനിക്ക് മനസ്സിലാക്കി തരുന്നു, അന്ന് ഞാൻ എസ് പറയാം. അപ്പോൾ അതിനുശേഷം ഞാൻ എസ് ഒന്നും പറഞ്ഞില്ല. അതിനിട്ട് ജർമ്മനിക്ക് പോയിട്ട് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈശോ എനിക്കൊരു ബൈബിൾ വേഴ്സ് തരണം. അത് ഇങ്ങനെയായിരിക്കണം, ഞാൻ നിന്നെ അച്ഛനാകാൻ വിളിക്കുന്നു. കാരണം ഇടയ്ക്ക് ഇങ്ങനെ ഈശോ ഒരു ബൈബിൾ വേഴ്സ് നമ്പർ തരും, അത് വായിക്കുമ്പോൾ ആ പർട്ടിക്കുലർ സിറ്റുവേഷന് ആവശ്യമുള്ളതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഈശോ എനിക്കൊരു ബൈബിൾ വേഴ്സ് തരണം, ഒരു കൺഫർമേഷനായിട്ട്. അതിങ്ങനെ ആയിരിക്കണം, ഞാൻ നിന്നെ അച്ഛനാവാൻ വിളിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു ബൈബിൾ വേഴ്സ് ഉണ്ടെന്ന് എനിക്കൊരു യാതൊരു അറിവുമില്ല. പക്ഷേ ഞാൻ ഇതായിരുന്നു ഈശോയോട് ചോദിച്ചത്. അതിൻ്റെ ജർമ്മനി ചെന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി. അപ്പോൾ പിന്നെയും ട്രാക്കിലായി. എന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളിയിൽ പോയാലുണ്ടല്ലോ, എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ, അത് ഭയങ്കര കൃപയാണ്. നമ്മളറിയാണ്ട് തന്നെ ഈശോ നമ്മളെ മാറ്റും. അപ്പം ഞാൻ അച്ഛൻ പറഞ്ഞല്ലോ, ഇതുവരെയുള്ള ജീവിതം എന്ന് പറയുന്നത് ഈശോനെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ജർമ്മനി ചെന്നു, എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി. പതുക്കെ ജീവിതം മാറാൻ തുടങ്ങി. എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നത്, ഇപ്പം നമ്മളൊരു ഗ്ലാസിൻ്റെ അകത്ത് കുറേ കലക്കവെള്ളം ഉണ്ടെങ്കിൽ അതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന എന്ത് പറ്റും, ഈ കലക്കവെള്ളം പതുക്കെ അതില്ലാണ്ടായി അവസാനം നല്ല വെള്ളമാവും. ഇതുപോലെ നമ്മൾ ഒരു തെറ്റിലും ഇതിലൊക്കെ ആണെങ്കിൽ നമ്മൾ പള്ളിയിൽ പോകാൻ തുടങ്ങുമ്പം കൂടെ കുമ്പസാരിക്കുക, കുർബാനയ്ക്ക് പോവുക. അപ്പോൾ എന്ത് ചെയ്യും, ഈശോ നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ പതുക്കെ ബെറ്റർ ആവുന്നു. അപ്പോൾ അങ്ങനെ ജർമ്മനിയിലായിരിക്കുന്ന സമയത്ത് ചെന്നു, എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങുന്നു. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയപ്പോൾ ഓർത്തു, ഈശോയ്ക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കും, 25-ാം തീയതി അവൻ്റെ ബർത്ത്ഡേ അല്ലേ, നമുക്ക് ഇഷ്ടമുള്ളവരുടെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ നേരത്തെ ഓർത്തിരിക്കും, അവർക്ക് എന്താ ഗിഫ്റ്റ് കൊടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ഈ 25 ദിവസം ഈശോ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ജീവിക്കണം, അതാണ് ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. അച്ഛൻ ചിന്തിച്ചപ്പം
അങ്ങനെ പോയി 25 ദിവസം ഈശോ ആഗ്രഹിക്കുന്നവൻ ജീവിക്കാൻ നോക്കി. എന്നിട്ട് 25-ാം തീയതി കുർബാനയുടെ സമയത്ത് ബാംഗ്ലൂരുണ്ടായ സെയിം അനുഭവം പിന്നെയും ഉണ്ടാവുക. കുർബാനയുടെ സമയത്ത് ഈശോ വൈദികനാവാൻ വിളിക്കുന്നു. പക്ഷെ ഞാൻ യെസ് പറഞ്ഞില്ല. കാരണം എന്താ, എൻ്റെ ആഗ്രഹം എന്താ, ഈശോ ഒരു ബൈബിൾ വേഴ്സ് തരണം എന്നാ, അത് തന്നിട്ടില്ല. അപ്പോൾ ഞാൻ യെസ് പറഞ്ഞില്ല. 25-ന് ഇത് സംഭവിച്ചു കുർബാനയ്ക്ക്. 26, 27, 28, 29, 30, 31 തീയതി വരെ എല്ലാ ദിവസവും ഇത് സംഭവിച്ചു. കുർബാനയുടെ സമയത്ത് ഈശോ വൈദികനാവാൻ വിളിക്കുന്നു. പക്ഷെ ഞാൻ യെസ് പറയുന്നില്ല. അന്ന് വൈകുന്നേരം 31-ാം തീയതി വർഷാവസാന കുർബാന കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ ഞാൻ ഓർത്തു, അപ്പോൾ കുറേ ഫ്രണ്ട്സ് ഇങ്ങനെ പാർട്ടിക്കൊക്കെ വിളിക്കുന്നു അവിടെ ജർമ്മനിയിൽ. കാരണം ന്യൂ ഇയർ വരുമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല. അപ്പം ഞാൻ ഓർത്തു അതിന് പകരം ഏതെങ്കിലും ഒരു മൂവി കാണാം, മിഷൻ ടു ലവ് എന്ന് പറഞ്ഞ ഡോൺ ബോസ്കോ വിശുദ്ധൻ്റെ മൂവിയാണ്. അപ്പോൾ ഈ വിശുദ്ധൻ ചെയ്യുന്ന എന്താ, യുവാക്കളുടെ കൂടെയുള്ള ഒരു ജീവിതം, അവരെ സ്നേഹിക്കുന്നു, അവരെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ എനിക്കും ഈ വിശുദ്ധനെ പോലെ ആവണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. അങ്ങനെയൊക്കെ കണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 12 മണിയായി. അച്ഛൻ ഇപ്പോഴും ഓർക്കുന്നു. അപ്പോൾ ക്രാക്കേഴ്സിൻ്റെ ഒക്കെ സൗണ്ട് പുറത്ത് കേൾക്കുന്നു. 12 മണിയായി. അപ്പോൾ ഈശോ വേറൊരു അനുഭവം തന്നു. ഈശോ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നത് പോലെ അച്ഛന് മനസ്സിലാവുന്നു. ഈശോ അടുത്തടുത്ത് വരുന്നു. എന്നിട്ട് ഒരു സമയത്ത് ഈശോ അടുത്തെത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോയ്ക്ക് എന്തോ പറയാനുണ്ട്. അപ്പോൾ ഞാൻ മൂവി പോസ് ചെയ്തു. അപ്പോൾ അച്ഛൻ ഈശോ ഒത്തിരി വിഷമത്തോടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ക്വസ്റ്റ്യൻ ചോദിച്ചു അച്ഛൻ അങ്ങ് പൊട്ടിക്കരഞ്ഞു. ഈശോ ഇങ്ങനെയാണ് ചോദിച്ചത്, മോനെ, ഇത്രമാത്രം നിന്നെ സ്നേഹിച്ചിട്ടും ഇത്രമാത്രം അനുഗ്രഹങ്ങളെ നിന്റെ ജീവിതത്തിൽ തന്നിട്ടും എന്നിട്ടും നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ അങ്ങ് കരഞ്ഞു. ഈശോയെ, എനിക്ക് എന്നെ വിശ്വാസമില്ല ഈശോ. എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് നിനക്കറിയാലോ. പക്ഷേ ഈശോ, നിന്നെ ഇനി വേദനിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്കറിയില്ല എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുമോ, നിന്നോട് വിശ്വസ്തനായിട്ട് ഇരിക്കാൻ പറ്റുമോ എന്ന് എന്നിൽ വിശ്വാസമില്ല. അതുകൊണ്ട് പക്ഷേ ഈശോ, ഇത് നിനക്ക് ഒത്തിരി വേദന തരുന്നുണ്ടെങ്കിൽ നാളെ ഞാൻ നിനക്ക് യെസ് തരാം. ഇന്ന് 31-ാം തീയതി അല്ലേ, നാളെ 1-ാം തീയതി അല്ലേ, 1-ാം തീയതി യെസ് തരാം. പക്ഷേ ഈശോ, എനിക്കൊരു ആഗ്രഹമുണ്ട്. നാളെ ഞാൻ നിനക്ക് യെസ് തരുന്നത് നിന്നെ എടുത്തോണ്ട്. അതുവരെ അച്ഛനാണെങ്കിലും നാവിലായിരുന്നു ഈശോനെ സ്വീകരിച്ചുകൊണ്ടിരുന്ന എല്ലാ ദിവസവും. പക്ഷെ പിറ്റേ ദിവസം എനിക്കൊരു ആഗ്രഹം, ഈശോ ഒന്ന് എടുക്കണം, അവനെ ഒന്ന് നോക്കണം, അവനെ നോക്കി ഈശോയ്ക്ക് യെസ് പറയണം. അങ്ങനെ പിറ്റേ ദിവസം 1-ാം തീയതി കുർബാനയ്ക്ക് പോയി അച്ഛന് ഈശോനെ തന്നു. അപ്പം അച്ഛൻ കയ്യിൽ ഈശോനെ സ്വീകരിച്ചു വന്ന് അതിൻ്റെ കുറച്ച് സൈഡിലേക്ക് മാറി ഈശോനെ എടുത്തു. ഈശോ നോക്കി. അപ്പം ഇങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ വന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേകദൈവം, ഈ ലോകത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന നീ. നിന്റെ അച്ഛനാവാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. പക്ഷേ ഈശോ, നീ വിളിക്കുവാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെയും സ്വർഗീയങ്ങളുടെയും മുൻപാകെ ഇതാ നിന്റെ ജോൺസൺ നിനക്കിതാ യെസ് തരുന്നു എന്ന് പറഞ്ഞ് ഈശോനെ ഞാൻ സ്വീകരിച്ചു. പക്ഷെ എനിക്ക് പറയാൻ പറ്റും, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസം. എൻ്റെ എനിക്ക് അപ്പോൾ തോന്നി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചങ്ക് പൊട്ടിപ്പോവാന്ന്, എൻ്റെ ഹൃദയം ഇപ്പോൾ പുറത്തു വരുന്നുള്ള രീതിയായിരുന്നു. കാരണം എന്താ, ആനന്ദം കൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും പോയി ഒന്ന് കെട്ടിപ്പിടിക്കണം, ചുമ്മാ കെട്ടിപ്പിടിക്കണം, ഓടി ചെന്ന് നല്ല ശക്തിയിൽ കെട്ടിപ്പിടിക്കണം. പക്ഷെ ഞാൻ ജർമ്മനിയിൽ ആരെ പോയി കെട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ ഞാൻ കൺട്രോൾ ചെയ്തു. എന്തിനാ, ഓടാണ്ടിരിക്കാൻ വേണ്ടി. കാരണം അത്രയ്ക്ക് ആനന്ദമായിരുന്നു. അങ്ങനെ പക്ഷേ ഈശോ എൻ്റെ ആഗ്രഹം ആ ഒരു ബൈബിൾ വേഴ്സ് തന്നില്ല. പക്ഷെ എന്നാലും ഈശോ യെസ് പറഞ്ഞു. അങ്ങനെ 1-ാം തീയതി യെസ് പറഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിൽ പറയണമെന്ന് എനിക്ക് തോന്നി. പക്ഷെ അപ്പം ഈശോ പറഞ്ഞു വേണ്ട എന്നൊരു ഇൻസ്പിറേഷൻ തന്നു. പക്ഷെ എന്നിട്ട് 2-ാം തീയതി അതിനുള്ള അനുവാദം കിട്ടി. 2-ാം തീയതി ഞാൻ വീട്ടിൽ പറഞ്ഞു. അപ്പോൾ എനിക്ക് അറിയായിരുന്നു മമ്മി ഒന്നും നെഗറ്റീവായിട്ടൊന്നും പറയില്ല. കാരണം ചേച്ചി മടത്തിപ്പോയപ്പോൾ, ചേച്ചി BSc കമ്പ്യൂട്ടർ കഴിഞ്ഞിട്ടാണ് മടത്തിപ്പോയത്. അപ്പോൾ ചേച്ചിയോട് പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്, അച്ഛനായാലും സിസ്റ്റർ ആയാലും നല്ല അച്ഛൻ നല്ല സിസ്റ്റർ ആവണം, അല്ലെങ്കിൽ നീ പോവരുത് എന്ന് ചേച്ചിയോട് പറയുന്ന ഓർക്കുന്നുണ്ട്. അപ്പം എനിക്കറിയാം മമ്മി സമ്മതിക്കും എന്നറിയായിരുന്നു. പക്ഷെ പപ്പയുടെ കാര്യം അറിയില്ലായിരുന്നു. അപ്പോൾ ജർമ്മനിയിൽ 1-ാം തീയതി ഈശോയ്ക്ക് യെസ് പറഞ്ഞു. 2-ാം തീയതി ഈശോ ഒരു കാര്യം അച്ഛനെ പഠിപ്പിച്ചു. സാധാരണ ആ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ കോളേജിൽ പോയിട്ട് വന്നിട്ട് സാധാരണ നമ്മുടെ ഹോംവർക്കും എല്ലാം കഴിഞ്ഞിട്ട് രാത്രി ടേബിൾ ടെന്നീസ് കളിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനെ ഓർക്കുന്നു, 2-ാം തീയതി വൈകുന്നേരം ഏകദേശം ഒരു 11 മണിയായപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്ന്, സാധാരണ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്, വന്ന് റൂമിൽ മുട്ടി ടേബിൾ ടെന്നീസ് കളിക്കാൻ വേണ്ടി. അപ്പോൾ അച്ഛൻ ടേബിൾ ടെന്നീസ് കളിക്കാൻ വേണ്ടി ഈ ഫ്രണ്ടിൻ്റെ കൂടെ പോവാണ്. പോണ വഴിക്ക് ഈശോ ഇങ്ങനെ പറഞ്ഞു, മോനെ, സാധാരണ അച്ഛന്മാർ നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എണീക്കും,
അപ്പം എനിക്ക് കാര്യം മനസ്സിലായി. കാരണം എന്താ, ഇന്നലെ ഈശോയ്ക്ക് യെസ് പറഞ്ഞതാ. അപ്പം ഈശോ ആഗ്രഹിക്കുന്നത് എന്താ, അച്ഛനായിട്ട് അച്ഛന്മാരെ പോലെ ജീവിക്കണം എന്നല്ല. എന്ന് ഇതിനായിട്ട് ആഗ്രഹിക്കുന്നോ, എന്ന് ഞാൻ അത് ഡിസൈഡ് ചെയ്യുന്നു, അന്ന് മുതൽ അച്ഛന്മാർ ജീവിക്കുന്ന പോലെ ജീവിക്കണം. അച്ഛന്മാർക്ക് പാടില്ലാത്ത ഒന്നും പാടില്ല. അങ്ങനെ ഈശോ പഠിപ്പിക്കുകയായിരുന്നു. പിന്നെ എങ്ങനെയാലും ഫ്രണ്ടിൻ്റെ കൂടെ പോകുന്നതുകൊണ്ട് അപ്പം നിർത്താൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം ഈശോയോട് പറഞ്ഞു, ഈശോ ഇന്നും കൂടെ നീ ക്ഷമിക്കുക ഈശോ, നാളെ തൊട്ടില്ല. അപ്പം അങ്ങനെ ഒരു കാര്യം ഈശോ പഠിച്ചു. അപ്പം എന്താണെന്ന് വെച്ചാൽ അച്ഛന് പറയാനുള്ള ഇതാണ്, കാരണം ഇത് ഈശോയുടെ വിളിയാണ്. ഈശോയുടെ വിളിയാണെങ്കിൽ ഈശോ പഠിപ്പിക്കും. നമ്മളൊന്നും അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ഓപ്പൺനെസ്സിനോ അത് മതി. അത് കഴിഞ്ഞ് ഇതും 2-ാം തീയതി നടന്ന കാര്യം. 4-ാം തീയതി രാവിലെ അച്ഛന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഞാൻ അച്ഛൻ ഓർത്തു, ഒരു ഡെക്കേഡ് പ്രാർത്ഥിച്ചിട്ട് ഒരു കൊന്തയുടെ ഒരു രഹസ്യം ചൊല്ലിയിട്ട് ജോലി ചെയ്യാമെന്ന് ഓർത്തു. അപ്പം അങ്ങനെ ഒരു രഹസ്യം ചെല്ലാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പം ഈശോ ഇങ്ങനെ ഇൻസ്പയർ ചെയ്തു, നീ പോയി കാല് കഴുകിയിട്ട് വാ. പക്ഷെ എനിക്കത് ഭയങ്കര സ്ട്രേഞ്ച് ആയിരുന്നു, എന്താ ഇങ്ങനെ പറയുന്നത്. അപ്പം ഇങ്ങനെയല്ല, അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ പോയി കാല് കഴുകിയിട്ട് വന്നു. അപ്പോൾ ഈശോ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ മുട്ടുകുത്താൻ. അപ്പോൾ അവിടെ മുട്ടുകുത്തി. അപ്പോൾ അതിന് മുമ്പിൽ ഒരു കരുണയുടെ ഈശോയുടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു, ബൈബിൾ ഉണ്ടായിരുന്നു, ഒരു ക്രൂസിഫിക്സ് ഉണ്ടായിരുന്നു, ക്രൂശിത രൂപം ഉണ്ട്. അച്ഛൻ അവിടെ മുട്ടുകുത്തി. അപ്പോൾ ഈശോ പറഞ്ഞു, ഒരു രഹസ്യമല്ല, ഒരു കൊന്ത മൊത്തം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അതെനിക്ക് എനിക്ക് ഇഷ്ടമായില്ല. കാരണം ഒരു രഹസ്യം ചൊല്ലിയിട്ട് പെട്ടെന്ന് ജോലി ചെയ്യാനായിരുന്നു. പക്ഷെ ഈശോ ഇങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ട് ആദ്യം ഒരു മനസ്സോടെയൊക്കെ ഭയങ്കര സ്പീഡിലൊക്കെ ചെല്ലാൻ തുടങ്ങി. പക്ഷേ ഈശോ പറഞ്ഞു, അത് പതുക്കെ നിർത്തി അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി ചെല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചൊല്ലി എല്ലാം കഴിഞ്ഞു. എല്ലാം ചൊല്ലി കഴിഞ്ഞപ്പം പിന്നെ ഈശോ പറഞ്ഞു, ഇനി സ്കിപ്പ് ചെയ്യുന്ന പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കാം. കാരണം അച്ഛൻ ഡയറക്റ്റ്ലി ആ രഹസ്യം വെച്ചാൽ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞു. അത് ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവർക്ക് വേണ്ടി ഒരു 5 സ്വർഗ്ഗസ്നാവിധ, 5 നന്മ പറഞ്ഞറിയാം, 5 ത്രിത്വത്തിൽ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അത് ചൊല്ലി. അതിനുശേഷം ഒന്നോടെ ചെല്ലാൻ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ജോൺസ് മരിച്ചു. കാരണം അതുവരെ എനിക്കൊരു മനസ്സിലൊരു ഇതായിരുന്നു, അയ്യോ സമയം പോവുകയാണല്ലോ. ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഇനി നിനക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ പറ, ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ അതുവരെ ജോൺസിൻ്റെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഈ സമയമായപ്പം ജോൺസിൻ്റെ ഇഷ്ടം മാറി, ഈശോയെ നിൻ്റെ ഇഷ്ടം എന്നൊരു ഇതായി. എപ്പോഴൊക്കെ ആരൊക്കെ ഈശോയുടെ ഇഷ്ടത്തിൽ സ്വന്തം ഇഷ്ടം വേണ്ടെന്ന് വെക്കുന്നോ ആ സമയം സ്വർഗ്ഗം ഇറങ്ങി വരും. ആ സമയം ഈശോ പ്രവർത്തിക്കും. അപ്പോൾ ഈശോ വേറെ ഒന്നും പറഞ്ഞില്ല. കാരണം ഇനി ഈശോയ്ക്ക് വേറെ ഒന്നും ചോദിക്കില്ല. കാരണം ആക്ച്വലി അത് അച്ഛനെ ഒരുക്കുമായിരുന്നു ഒരു കാര്യത്തിന് വേണ്ടി. അപ്പോൾ ഈശോ ഒന്നും പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ തന്നു. ഈശോയോട് ചോദിക്കുക, ഈശോയെ നീ എൻ്റെ ജീവിതം കൊണ്ട് ഹാപ്പി ആവുന്നുണ്ടോ? 1-ാം തീയതി നിനക്ക് യെസ് പറഞ്ഞാലേ ഇപ്പം 4-ാം തീയതിയായി, നിനക്ക് ഹാപ്പി ആവുന്നുണ്ടോ? അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോ അരുൾ ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രമിക്കുന്നു. അപ്പോൾ ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 13-ാം വാക്യം എടുത്ത് വായിക്കാം. അതിങ്ങനെയാണ്, നിങ്ങൾ എന്നെ ഗുരുവും കർത്താവും എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ പരസ്പരം പാദം കഴിയും. അതാണ് ശരിക്കും വിശുദ്ധ കുർബാനയുടെ സ്ക്രിപ്ചറൽ ഫൗണ്ടേഷൻ അതാണ്. പക്ഷേ എനിക്ക് മനസ്സിലായി, അപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതെന്താ ബാക്കിയുള്ളവരെ ഒന്ന് ശുശ്രൂഷിക്കണം, അവരെ ഒന്ന് സെർവ് ചെയ്യണം എന്നാണല്ലോ. പച്ച മലയാളത്തിൽ ഇത് ഞാൻ നിന്നെ അച്ഛനാവും വിളിക്കുന്നു എന്നല്ലല്ലോ. പക്ഷേ എൻ്റെ ഈ ഡൗട്ട് കണ്ട നല്ലവനായ ഈശോ ഒട്ടനെ പറഞ്ഞു, യേശയ്യാപ്രവാചകൻ്റെ പുസ്തകം 61 എടുത്ത് മുഴുവൻ വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ യേശയ്യാപ്രവാചകൻ 61 കണ്ടുപിടിച്ച് വായിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ 2 വാക്യം വായിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ ഇത് കൂടുതൽ കൺഫർമേഷൻ അച്ഛന് വേണ്ട. അതിങ്ങനെയാ ഈശോയുടെ പരസ്യജീവിതത്തിൽ ഈശോയ്ക്ക് കിട്ടിയ വാക്കാണല്ലോ, കർത്താവിൻ്റെ ആത്മാവ് നിന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യം മത്സരം പ്രഖ്യാൻ ഞാൻ നിന്നെ അഭിഷേകം. അപ്പം ആ ഒരു പോർഷനാണ്. ഇപ്പം ഇത് കിട്ടിയപ്പോഴത്തേക്കും ജോൺസ് ഹാപ്പി ആയിരുന്നു. അപ്പം ജോൺസ് പറഞ്ഞു, ഈശോ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ അവൻ ഹാപ്പി ആയിരുന്നില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞത് ഇത് മുഴുവൻ വായിക്കാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ 2 തൊട്ട് വായിക്കാൻ തുടങ്ങി. 2, 3, 4, 5, 6. 6-ാമത്തെ വാക്യം വായിച്ചു. അച്ഛൻ അങ്ങ് കരഞ്ഞു. 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, കർത്താവിൻ്റെ പുരോഹിതൻ എന്ന് നീ വിളിക്കപ്പെടും, ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ നീ അറിയപ്പെടും. ഞാൻ അങ്ങ് കരഞ്ഞു. കാരണം എന്താ, ഇത് എൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹമായിരുന്നു. ഈശോയെ നീ ഒരു ബൈബിൾ വേഴ്സ് തന്നെ പച്ച മലയാളത്തിൽ ഇങ്ങനെയായിരിക്കണം, ഞാൻ നിന്നെ വൈദികനാകാൻ വിളിക്കുന്നു. ഇതെന്താ, കർത്താവിൻ്റെ പുരോഹിതൻ എന്ന് വിളിക്കപ്പെടും. പച്ച മലയാളത്തിൽ അതല്ലേ, ഈശോയുടെ വൈദികനാവുന്ന ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരഞ്ഞു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ എന്തുകൊണ്ടാണ് ഈശോ നീ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നത്? ഞാൻ ഹാപ്പി ആയിരുന്നു ആദ്യത്തെ 2 വാക്യം കൊണ്ട്. പക്ഷെ നീ എന്തോരമാണ് ഈശോ എന്നെ സ്നേഹിക്കുന്നത്, അതുകൊണ്ടാണ് കരുതുന്നത്. അത് കഴിഞ്ഞപ്പം ഞാൻ വീട്ടിൽ വിളിച്ചു. അപ്പം മമ്മി എന്നോട് പറഞ്ഞു, എപ്പോഴാ പപ്പോട് പറയണേ? അങ്ങനെ പപ്പോട് പറഞ്ഞു. അപ്പോൾ പപ്പോട് പറയണതിന് മുമ്പ് ഇങ്ങനെ ഈശോ ഇൻസ്പയർ ചെയ്തിരുന്നു,
ഞാനപ്പോൾ ചോദിച്ചു, ഈശോയെ ഞാൻ എപ്പോഴാണ് പപ്പോട് പറയണ്ടേ? അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പപ്പേനെ സമർപ്പിച്ചിട്ട് ഒരു എത്രയും ദൈവമാതാവും ചൊല്ലിയിട്ട് പപ്പോട് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ പപ്പേനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇത് പ്രാർത്ഥിച്ചു. എന്നിട്ട് പപ്പേനെ വിളിച്ചു. അപ്പോൾ പപ്പ ഇങ്ങനെ ആദ്യമേ തന്നെ എന്നോട് ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പം പപ്പ ഇങ്ങനെയാ പറഞ്ഞ്, മോനെ നിന്നെ ഈശോ വിളിക്കുന്നുണ്ടെങ്കിൽ നോ പറയാൻ ഞാൻ ആരാ? നമ്മുടെ ഈശോ അങ്ങനെയാ. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്താൽ അവൻ 1000 സ്റ്റെപ്പ് എടുക്കും. ഈശോ നോക്കുന്നത് നമ്മുടെ ഹൃദയം മാത്രം. പക്ഷെ അന്ന് വൈകുന്നേരം കുർബാനയ്ക്ക് പോയപ്പോൾ ഈശോ ഒരു കാര്യം പറഞ്ഞു. അത് ഒത്തിരി വേദനയോടെ കുർബാനയ്ക്ക് പോയപ്പോൾ ഈശോ പറഞ്ഞത്, ഈശോ ഇങ്ങനെയാ പറഞ്ഞത്, മോനെ ഈ ലോകത്തിൽ ഒത്തിരി ആൾക്കാർ എന്നെ വേദനിപ്പിക്കുന്നുണ്ട്, പക്ഷെ നീ ഇങ്ങനെ ആവരുത്. അത് മാത്രമേ പറഞ്ഞോളൂ. അങ്ങനെ ജനുവരി 1-ാം തീയതി ഈശോയ്ക്ക് എസ് പറഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഏത് സഭയെ ജോയിൻ ചെയ്യാൻ, രൂപതയാണോ സന്യാസ സമൂഹമാണോ, അതായിരുന്നു അടുത്ത ഒരു ക്വസ്റ്റ്യൻ അച്ഛൻ്റെ ഇതിൽ. അപ്പോൾ അതിനുവേണ്ടി അച്ഛൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് അവധി കിട്ടിയപ്പോൾ ഒരാഴ്ച ഒരു നിത്യാരാധന സെൻറ്ററിൽ പോയി. അവിടെ ഒരാഴ്ച ഈശോയുടെ മുമ്പിലിരുന്നു. അതുകൊണ്ട് ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി. പക്ഷെ ആ സമയത്തൊക്കെ അച്ഛൻ്റെ ഒരു ആഗ്രഹം ഒരു ഫ്രാൻസിസ്കൻ ഒരു കോണ്ടംപ്ലേറ്റീവ് ഓർഡറിലേക്ക് ജോയിൻ ചെയ്യണം എന്നൊക്കെയായിരുന്നു. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഈശോയുടെ കൂടെ ഇരിക്കണം, സൈലൻ്റ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെയായിരുന്നു. പക്ഷേ ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോഴൊക്കെ എപ്പോഴും അച്ഛന് കിട്ടുന്ന ഇൻസ്പിറേഷൻ സലേഷ്യൻ സഭയിൽ ചേരണം എന്നായിരുന്നു, സലേഷ്യൻസ് ഓഫ് ഡോൺ ബോസ്കോ. പക്ഷേ അപ്പോൾ എനിക്ക് ആ സമയത്ത് എനിക്ക് അത്ര ഇഷ്ടമായത്, കാരണം അത് കുറച്ച് ആക്റ്റീവ് ഓർഡറാണ്, പിള്ളേരുടെ കൂടെ യൂത്തിൻ്റെ കൂടെ. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ജീസ് യൂത്ത് ഒക്കെ. പക്ഷേ ഇപ്പോൾ ഈശോയുടെ കുറച്ചുകൂടെ സ്നേഹം കൂടി ഇപ്പം ഈശോയുടെ കൂടെ തന്നെ ഇരിക്കണം എന്നൊരു ഇതൊക്കെയായിരുന്നു. പക്ഷെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കിട്ടുന്നത് സലേഷ്യൻ സഭ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈശോ ഇങ്ങനെ ചോദിച്ചു, നീ എന്നോട് എസ് പറഞ്ഞപ്പോൾ യാതൊരു കണ്ടീഷനും കൂടാണ്ടല്ലേ തന്നത്, നിന്നെ മൊത്തമായിട്ടല്ലേ എനിക്ക് തന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് കഴിഞ്ഞ് ഒരു കൺഫർമേഷൻ എനിക്ക് ശരിക്കും തോന്നിയത് അതിനുശേഷം ഒരു ദിവസം ഈശോ ഇങ്ങനെ ഇൻസ്പയർ ചെയ്തു ഫൗസ്റ്റീന പുണ്യവതിയുടെ ഡയറി വായിക്കാൻ. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ പുണ്യവതിയുടെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. പുണ്യവതി കോൺവെൻറ്റ് ജോയിൻ ചെയ്ത് ഒത്തിരി ഈശോയുടെ കൂടെ ഇരിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ആഗ്രഹിച്ചിട്ടാണ്. അപ്പോൾ അവിടെ ചെന്നു, എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു സമയം വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പുണ്യവതി മടുത്തു. പുണ്യവതി ഈശോയോട് കംപ്ലയിൻറ്റ് ചെയ്തു. പള്ളിയിൽ ചെന്നിട്ട് പറഞ്ഞു, ഈശോയെ ഞാൻ നാളെ ഈ കോൺവെൻറ്റിൽ നിന്ന് പോവാം, ഞാൻ ഇന്ന് സുപ്പീരിയറോട് പറയും ഇവിടുന്ന് പോവുക, കാരണം ഇവിടെ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, കാരണം ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന, ഇവിടെ അത്രയും പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമല്ല. അപ്പോൾ അങ്ങനെ തീരുമാനിച്ച് റൂമിൽ വന്നപ്പോൾ അവിടെ ഈശോനെ കാണുന്നു. ഈശോ ഒത്തിരി മുഖത്തോടൊക്കെ ഒത്തിരി ചോരയൊക്കെ വരുന്നു. അപ്പോൾ ഈശോയോട് ചോദിച്ചു, ഈശോയെ ആരാ നിന്നെ ഇങ്ങനെ വേദനിപ്പിച്ചേ, ആരാ നിൻ്റെ ഈ വേദനയുടെ കാരണം? അപ്പോൾ ഈശോ പറഞ്ഞു, മോളെ ഞാൻ നിന്നെ വിളിച്ചത് ഈ കോൺഗ്രിഗേഷനിലേക്കാണ്, നിനക്ക് ആവശ്യമുള്ള എല്ലാ കൃപയും വെച്ചിരിക്കുന്ന ഈ കോൺഗ്രിഗേഷനിലേക്കാണ്. അത് വേണ്ടെന്ന് വെച്ച് നീ നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പോയാൽ നീ ഇതുപോലെയായിരിക്കും എന്നെ വേദനിപ്പിക്കുന്നത്. അത് അച്ഛൻ്റെ ഹൃദയത്തിൽ കൊണ്ടു. അപ്പം അന്ന് ഞാൻ പറഞ്ഞു, ഈശോ നിൻ്റെ ഇഷ്ടം, സലേഷ്യൻസ് ഓഫ് ഡോൺ ബോസ്കോ. അങ്ങനെ അച്ഛൻ സലേഷ്യൻ സഭയെ കോണ്ടാക്ട് ചെയ്തു, ദിമാപൂര് ആ പ്രൊവിൻസിലേക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ ഈ നല്ലവനായ ഈശോ ഉണ്ടല്ലോ, ഏഷ്യ 61:6 ഇങ്ങനെയാണല്ലോ, കർത്താവിൻ്റെ പുരോഹിതൻ എന്ന് വിളിക്കപ്പെടും. ആ നല്ല ഈശോയ്ക്ക് അച്ഛൻ എന്ന് എസ് പറഞ്ഞു. 1-ാം തീയതിയാണല്ലോ, ജനുവരി 1-ന് എസ് പറഞ്ഞു. 12 വർഷങ്ങൾക്ക് ശേഷം അതേ ദിവസം 2022 ജനുവരി 1-ാം തീയതി ഈശോ ഏഷ്യ 61:6 പ്രാവർത്തികമാക്കി. കർത്താവിൻ്റെ പുരോഹിതനായി ഈശോ അഭിഷേകം ചെയ്തു. അങ്ങനെ 38-ാമത്തെ വയസ്സിൽ കോതമംഗലം രൂപതയിലെ പിതാവ് മാർ ജോർജ് മടത്തിക്കണ്ടത്തി പിതാവിൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ഈശോ അച്ഛൻ്റെ 38-ാമത്തെ വയസ്സിൽ ഈശോയുടെ വൈദികനാക്കി. നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഈശോ വിളിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് അച്ഛന് പറയാൻ പറ്റുന്ന, നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് പറ്റുവാണെങ്കിൽ എല്ലാ ദിവസവും പോകണം. അത് കഴിഞ്ഞിട്ട് ഈശോനെ സ്വീകരിക്കണം. സ്വീകരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈശോയോട് സംസാരിക്കണം. ഈശോയോട് ചോദിക്കണം, ഈശോ നീ എന്താ ആഗ്രഹിക്കുന്നത്? ഈശോ നീ പറ ഈശോ, അതുപോലെ ഞാൻ ചെയ്യാം, ഞാൻ റെഡിയാണ്, പക്ഷെ നീ പറ ഈശോ. ഈശോ ഉറപ്പായിട്ടും സംസാരിക്കും. ഈശോനെ നമ്മുടെ എല്ലാ കാര്യത്തെയും ഇൻവൈറ്റ് ചെയ്യണം. ഈശോയോട് പറഞ്ഞാൽ, ഈശോയെ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ചെയ്യാം ഈശോ. അപ്പോൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ അവനോട് ചോദിക്കണം, അവനെ വിളിക്കണം, കൂടെ ഇരുത്തണം, എന്നിട്ട് ഒന്നിച്ച് ചെയ്യണം. അപ്പോൾ എന്ത് വരും? ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ ഈശോയാ എന്നോട് കൂടെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഒന്നിച്ച് ചെയ്യുമ്പം എല്ലാം കൃപയാവും. അപ്പോൾ പല പ്രാവശ്യം നമ്മൾ ഈശോനെ ഓർക്കുകയും ചെയ്യും. അപ്പം ഞാൻ സ്വന്തമായിട്ടല്ല ചെയ്യുന്നത്, ഈശോയോട് കൂടെ ചെയ്യുന്നു. അപ്പോൾ
ഈശോയുടെ കൂടെ ചെയ്യുന്ന എല്ലാം അവൻ അനുഗ്രഹമാക്കി മാറ്റും. ജർമ്മനിയിലെ ജോലിയൊക്കെ നിർത്തി വരാൻ വേണ്ടി തുടങ്ങിയപ്പം ഒത്തിരി ആൾക്കാർ അച്ഛനോട് ചോദിച്ചിരുന്നു, നീ എന്ത് പൊട്ടത്തരാ ചെയ്യുന്നത്? കാരണം അടിപൊളി ശമ്പളം, അവിടെ ജർമ്മനിയിലെ ഒരു ജർമ്മൻ മിലിറ്ററിക്ക് വേണ്ടി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും, അപ്പം നല്ല അടിപൊളി ശമ്പളം, പിന്നെ അവർ കുറച്ച് കഴിയുമ്പോൾ കൂട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല കുറേ കല്യാണോചനങ്ങൾ വരുന്നു, അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചു, എന്ത് പൊട്ടത്തരാ നീ ചെയ്യുന്നത്? പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ നേരത്തെ നിങ്ങളോട് ഷെയർ ചെയ്തതിൽ നമ്മൾ ഈശോയോട് പല പ്രാവശ്യം അച്ഛൻ ചോദിച്ചു, ഈശോ എന്തുകൊണ്ടാണ് നീ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നത്? ഈ സങ്കീർത്തനം പറയുന്നില്ലേ, കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയും. നമ്മൾ രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് ഒന്നും ഇല്ലാണ്ടായിട്ട് തോന്നും. കാരണം ഇത് ഈശോ തന്നെ മാറ്റുന്നത്, നമ്മുടെ ഒരു ഒന്നുമല്ല, ഈശോയാണ് മാറ്റുന്നത്. അപ്പോൾ ഇപ്പം ഒത്തിരി വർഷമൊന്നും ആയില്ല അച്ഛൻ ഇപ്പോൾ പട്ടം കിട്ടിയിട്ട്, ഇപ്പം 4 വർഷം ആവുന്നുള്ളൂ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയാം, അത് നമ്മൾ അനുഭവിക്കുന്നു, ജീവിക്കുന്നു. അപ്പോൾ പലപ്പോഴും ഇപ്പോഴും ഈശോയുടെ അച്ഛൻ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈശോ ഇത്ര മാത്രം നീ എന്നെ സ്നേഹിക്കുന്നത്? യേശുവേ, നിന്നെ എൻ്റെ നാഥനായി സ്വീകരിക്കുന്നു ഞാനിതാ. ജീവിതത്തിൻ്റെ കർത്താവായി അങ്ങേ ഏറ്റുചൊല്ലുന്നു ഞാൻ മുതാ. യേശുവേ,